ഫലസ്തീൻ എങ്ങനെ കുറേ മാധ്യമങ്ങളുടെ തനിനിറം വെളിപ്പെടുത്തിയെന്ന് പല തവണ പല സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി നമ്മൾ വിവരിച്ചതാണ്. ഇപ്പോൾ അമേരിക്കയിലെ പ്രമുഖ പത്രമായ ന്യൂയോർക്ക് ടൈംസും ബ്രിട്ടനിലെ പൊതുമേഖലാ മാധ്യമമായ BBC-യും ഒരിക്കൽ കൂടി തങ്ങളുടെ സയനിസ്റ്റ് ചായ്വ് തുറന്നു കാട്ടിയിരിക്കുന്നു. പുതിയ ആരോപണം അമേരിക്കയിലെ ക്വേക്കർ സംഘടനയുടേത്. ന്യൂയോർക്ക് ടൈംസ് ഒരു പരസ്യം തിരസ്കരിച്ചിരിക്കുന്നു. ഗസയിൽ ഇസ്രായേൽ ചെയ്യുന്നതിനെ ജനസൈഡ്, വംശഹത്യ എന്ന് പരസ്യത്തിൽ വിശേഷിപ്പിച്ചതാണ് കാരണം. ആ വാക്ക് മാറ്റണമെന്ന് പത്രം ആവശ്യപ്പെട്ടു. സമാധാനത്തിനായി ഒരുമിക്കുക എന്ന ആഹ്വാനമായിരുന്നു പരസ്യത്തിൽ. ഇസ്രായേലിൻ്റെ വംശഹത്യക്ക് ആയുധം നൽകുന്നത് നിർത്തലാക്കാനും പരസ്യത്തിൽ ആവശ്യപ്പെട്ടു. അമേരിക്കൻ ഫ്രണ്ട്സ് സർവീസ് സൊസൈറ്റി എന്ന ക്വേക്കർ സംഘടനയാണ് പരസ്യദാതാക്കൾ. ജനസൈഡിന് ആയുധം നൽകുന്നത് നിർത്താൻ US കോൺഗ്രസിനോട് ആവശ്യപ്പെടൂ എന്ന് ആഹ്വാനം. പക്ഷേ ജനസൈഡ് എന്ന വാക്ക് സ്വീകാര്യമല്ലെന്ന് പത്രം അറിയിച്ചു. എങ്കിൽ പരസ്യം പിൻവലിക്കുകയാണെന്ന് AFSCയും അറിയിച്ചു. പരസ്യം നഷ്ടപ്പെടുത്തിയും ഇസ്രായേലിൻ്റെ വംശഹത്യ മറച്ചുപിടിക്കാൻ ടൈംസ് മുതിർന്നതിനെ പരസ്യദാതാക്കളും മറ്റു മാധ്യമങ്ങളും അടക്കം പലരും വിമർശിച്ചു. പരസ്യം സംബന്ധിച്ച ടൈംസിൻ്റെ പ്രഖ്യാപിത നയം എല്ലാതരം വീക്ഷണങ്ങൾക്കും ഇടം നൽകും എന്നാണ്. പൊതുവെ അമേരിക്കൻ പത്രങ്ങൾ എല്ലാ പരസ്യങ്ങളും എടുക്കാറുണ്ട്. ഇസ്രായേലി ജനസൈഡിനെ വിമർശിക്കുന്ന മറ്റൊരു പരസ്യം വാഷിംഗ്ടൺ ടൈംസ് ഈയിടെ പ്രസിദ്ധപ്പെടുത്തി. ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റേതാണ് ആ പരസ്യം. പക്ഷേ ജനസൈഡ് എന്ന വാക്ക് ഒഴിവാക്കാൻ ന്യൂയോർക്ക് ടൈംസ് ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് തന്നെ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ മാത്രം. മറ്റ് വംശഹത്യകളെ വാർത്തയിലും പരസ്യത്തിലുമെല്ലാം അവർ അങ്ങനെ തന്നെ വിളിക്കുന്നുണ്ട് താനും. റുവാണ്ട ജനസൈഡ് എന്ന് വാർത്തയിൽ, അർമീനിയൻ ജനസൈഡ് എന്ന് പരസ്യത്തിൽ, സുഡാൻ ജനസൈഡിനെ പറ്റി പരസ്യം. പക്ഷേ ഗസയിലേത് കാണുന്നില്ല. അതിനെ ജനസൈഡ് എന്ന് വിളിച്ചുകൂടാ. മറ്റേത് വംശഹത്യയേക്കാളും കൂടുതലായി ഗവേഷകരും അഭിഭാഷകരും സംഘടനകളും വംശഹത്യ എന്ന് തീർത്ത് പറയുന്ന ഗസ ജനസൈഡാണ് അവർ നിഷേധിക്കുന്നത്. UN മനുഷ്യാവകാശ വിദഗ്ധ, ആംനസ്റ്റി ഇൻ്റർനാഷണൽ, UN നിയോഗിച്ച സമിതി, വിവിധ രാജ്യങ്ങൾ, ഇസ്രായേലി ചരിത്രകാരൻ, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്, ജനസൈഡ് പണ്ഡിതർ, ലോക കോടതി എല്ലാം ഇതിനെ ജനസൈഡ് എന്ന് നിർണ്ണയിക്കുന്നു. ന്യൂയോർക്ക് ടൈംസിന് അത് ബോധ്യപ്പെടുന്നില്ല. അതേസമയം ഇസ്രായേലിന് അനുകൂലമായി ഹമാസിനെ കുറ്റപ്പെടുത്തുന്ന പരസ്യങ്ങൾക്ക് അതിൽ വിലക്കില്ല. ഇതെല്ലാം ഏകപക്ഷീയമായ സയനിസ്റ്റ് ആഖ്യാനങ്ങൾ. നമ്മൾ നേരത്തെ കണ്ടതാണ്. ഹമാസിനെതിരെ ഇസ്രായേലിൻ്റെ വ്യാജവാദം അന്വേഷണ റിപ്പോർട്ട് രൂപത്തിലാക്കി ടൈംസ് നാണം കെട്ടത്. ആ റിപ്പോർട്ട് ഇസ്രായേലി സൈനികരെ ഉദ്ധരിച്ച് ഇസ്രായേലി സൈന്യത്തിൽ പ്രവർത്തിച്ചിരുന്ന അനാത് ഷ്വാർട്സ് എന്ന സ്ത്രീയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയതായിരുന്നു. റിപ്പോർട്ടിലെ ഓരോ വാദവും കള്ളമാണെന്ന് വിവിധ ഓൺലൈൻ മാധ്യമങ്ങൾ തെളിവുകളോടെ സ്ഥാപിച്ചതോടെ ടൈംസിൻ്റെ കഥ പൊളിഞ്ഞു. ടൈംസ് ഉദ്ധരിച്ച ഇസ്രായേലിയുടെ കുടുംബവും ഗ്രാമ അധികാരികളും ടൈംസിൻ്റെ റിപ്പോർട്ട് നിഷേധിച്ചു. പിന്നീട് വരുന്നു മറ്റൊരു വാർത്ത. ആരോപണങ്ങൾ അന്വേഷിക്കാൻ UN സംഘത്തെ ഇസ്രായേൽ അനുവദിക്കുന്നില്ല എന്ന്. കാരണം അന്വേഷണം നടത്തിയാൽ ഇസ്രായേലിൻ്റെ കുറ്റങ്ങളും അന്വേഷിക്കേണ്ടി വരും. കഴിഞ്ഞ ആഴ്ചത്തെ വാർത്ത പറയുന്നു ഇസ്രായേലിന് തന്നെ ഹമാസിനെതിരെ ആ പരാതി ഇല്ല എന്ന്. മുൻപ് ഇറാഖ് ആയുധങ്ങൾ, കാലിഫേറ്റ് തുടങ്ങിയ വ്യാജ വാർത്തകൾ പരത്തിയ ന്യൂയോർക്ക് ടൈംസ് ഇപ്പോൾ ഗസയിലും അതേ കളി തുടരുകയാണ്. ലോകമാധ്യമങ്ങൾക്ക് അവരാണല്ലോ അജണ്ട നിശ്ചയിക്കുന്നത്. ക്രിസ് ഹെജസ് പറയുന്നു, The role of the New York Times is not defined by its circulation. It's defined by the fact that it sets the agenda. That's number one. Number two, most newspapers do not have foreign bureaus, and so they will run the Times foreign coverage. So that's the power of the Times. It sets the agenda. വംശഹത്യക്ക് കേസ് നേരിടുന്ന സയനിസ്റ്റ് രാജ്യത്തെ സംരക്ഷിക്കാനും അവർക്ക് ന്യായം നിർമ്മിച്ചു കൊടുക്കാനുമാണ് ടൈംസ് ശ്രമിച്ചത്. Enter the Times and this story published in late December. It accused Palestinian militants of weaponizing rape and sexual violence, systematically unleashing it on Israeli women and men. A lurid allegation, a sensational story, but one that the evidence simply fails to support. ആ വാർത്ത അങ്ങനെ പൊളിഞ്ഞു. എന്നാൽ ഹമാസിൽ വ്യാജമായി ആരോപിച്ച കുറ്റം ഇസ്രായേലി പട്ടാളം യഥാർത്ഥത്തിൽ ഫലസ്തീൻകാരോട് ചെയ്തു എന്ന് UN കമ്മീഷൻ കണ്ടെത്തിയപ്പോൾ
ന്യൂയോർക്ക് ടൈംസ് അത് റിപ്പോർട്ട് ചെയ്തു പോലുമില്ല. Roughly 6 weeks later, when UN officials highlighted quote-unquote credible allegations that Israelis had raped or sexually assaulted Palestinians they have imprisoned, including children, the Times failed to cover the story. ന്യൂയോർക്ക് ടൈംസ് അടക്കം പാശ്ചാത്യ മാധ്യമങ്ങൾ ഹമാസിനെതിരെ കള്ളവാർത്തകൾ പ്രചരിപ്പിച്ച് വംശഹത്യക്ക് മണ്ണൊരുക്കി കൊടുത്തു എന്ന് ചൂണ്ടിക്കാട്ടുന്നു UN മനുഷ്യാവകാശ ഉദ്യോഗസ്ഥനായിരുന്ന ക്രെയ്ഗ് മുഖൈബർ. If you want to create a context for dehumanization and genocide, you need to go further. The Israeli Prime Minister's spokesman just confirmed babies and toddlers were found with their heads decapitated. We saw false reports about beheaded babies, which never happened, about a systematic campaign of mass rape, which never happened, about babies being cut from the abdomen of their mothers, which never happened, and a whole series of other horrific atrocities. These were deliberately concocted official stories that were being provided in particular to a Western audience in order to create an atmosphere in which the crimes that were to follow would go on unchecked. ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി തുടങ്ങുന്നു. കള്ളം പ്രചരിപ്പിച്ച് വിശ്വാസ്യത നഷ്ടപ്പെടുത്തിയ ടൈംസിനെതിരെ ഉയർന്ന പ്രതിഷേധം ഒരു സൂചനയാണ്. Over the last 4 months, the New York Times' coverage has misframed and misrepresented this genocide in Gaza. അമേരിക്കയിൽ ഏറ്റവും മാന്യത കൽപ്പിക്കപ്പെട്ട ന്യൂയോർക്ക് ടൈംസിൻ്റെ ശൈലി തന്നെയാണ് ബ്രിട്ടനിൽ അതേ സ്ഥാനമുള്ള BBC-ക്കും. റിപ്പോർട്ടിങ്ങിലെ ചായ്വിൽ, വാക്കുകൾ കൊണ്ടുള്ള കളിയിൽ, ഇസ്രായേലിനെ കുറ്റപ്പെടുത്താതിരിക്കാനുള്ള മെയ് വഴക്കത്തിൽ എല്ലാം അന്തരിച്ച ജോൺ പിൽജർ അത് നേരത്തെ പറഞ്ഞു വെച്ചു. 6 വയസ്സുകാരിയെ വേട്ടയാടി 100 കണക്കിന് വെടിയുണ്ടയുതിർത്ത് കൊന്നതിനെപ്പറ്റി BBC പറഞ്ഞല്ലോ, ഹിന്ദ് റജബ് മരിച്ച നിലയിൽ കാണപ്പെട്ടു എന്ന്. യുക്രൈനിലെ കുഞ്ഞ് കൊല്ലപ്പെട്ടപ്പോൾ റഷ്യ കൊന്നു എന്ന് കൃത്യമായി പറഞ്ഞിരുന്നു BBC. ഇസ്രായേലിനെ പഴിക്കാത്ത ശൈലിക്ക് വേറെയുമുണ്ട് ഉദാഹരണങ്ങൾ. റഷ്യ യുക്രൈൻകാരെ കൊന്നു, പക്ഷേ ഗസക്കാർ കൊല്ലപ്പെട്ടു. ഡൗൺ സിൻഡ്രോം രോഗിയായ യുവാവിനെ നായയെ കൊണ്ട് കടിപ്പിച്ച് മരിക്കാൻ വിട്ട സംഭവം ഓർക്കുക. BBC തലക്കെട്ട് ഇങ്ങനെ: തലക്കെട്ടിൽ ഇസ്രായേലില്ല, പട്ടാളമില്ല, നായ ഇല്ല, രോഗിയുടെ ഏകാന്ത മരണം എന്ന്. ഇസ്രായേൽ യമൻ വിമാനത്താവളത്തിൽ ബോംബിട്ട സംഭവം ഓർക്കുക. ലോകാരോഗ്യ സംഘടനയുടെ തലവൻ അവിടെ കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. BBC തലക്കെട്ട് ഇസ്രായേൽ എന്ന വാക്ക് ഒഴിവാക്കി. ആക്രമണം ആര് നടത്തിയെന്ന് പറയുന്നില്ല. തലക്കെട്ടിൽ ആ വാക്കിന് വേണ്ടത്ര സ്ഥലമില്ലാഞ്ഞിട്ടല്ല, സ്ഥലം വേണ്ടുവോളമുണ്ട്, പറയില്ലെന്ന് മാത്രം. BBC-ക്കുള്ളിൽ തന്നെ ഇത്തരം പക്ഷപാതിത്വങ്ങളെപ്പറ്റി പരാതിയുണ്ട്. ഡ്രോപ്പ് സൈറ്റ് പോർട്ടൽ ചൂണ്ടിക്കാട്ടുന്നു, BBC News is facing internal turmoil over its pro-Israeli coverage of Tel Aviv's genocidal war on Palestine's Gaza. Touting itself as the world's most trusted broadcaster, the news channel is facing a plethora of accusations by its own staff, including bias, censorship, creating false equivalence between the perpetrators and the victims, and downplaying Palestinian suffering while glossing over Israeli atrocities. BBC-യിലെ നിരാശരായ പല റിപ്പോർട്ടർമാരും കുറച്ച് മുൻപ് അൽ ജസീറയോട് ഇതേ കാര്യം പറഞ്ഞു. ഇസ്രായേലിനെ ന്യായീകരിക്കണം, ജനസൈഡ് പോലുള്ള വാക്കുകൾ ഒഴിവാക്കണം എന്നൊക്കെ അവർക്ക് നിർദ്ദേശമുണ്ടത്രേ. That was the editorial line that was drilled into us, into all of our coverage. It was really an integral part of the editorial stance. To a guest talking about, Israeli airstrikes killing Palestinians in Gaza, that would be the response from our presenters. Denying access to food is collective punishment, and that we should all be clear in saying that. Israel will argue, obviously, that it has a right to defend itself. People were terrified of using the word genocide in coverage. They still are. You will very rarely see it in any BBC coverage. And if an interviewee says the word genocide... This is a genocide happening in front of our eyes. That word is, as you know, incredibly emotive, and the Israelis, as you know, will be saying that they are targeting Hamas only. ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണെന്ന് ആംനസ്റ്റി റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ BBC ആ വാർത്ത മുക്കി. പകരം റിപ്പോർട്ടുകൾ ഇസ്രായേൽ തള്ളിക്കളയുന്നു എന്ന വാർത്ത കൊടുത്തു.
The internal rift deepened in December 2023 when BBC News buried Amnesty International's report accusing Israel of genocide and instead published a pro-Israeli stand on the topic that led with Israel rejects fabricated claims of genocide. BBC-ക്കകത്ത് ഇസ്രായേലി ഏജന്റുമാരുണ്ടെന്ന ഊഹം പലരും പറഞ്ഞു. ഇപ്പോൾ ആ ഊഹം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ഒരാളുണ്ട്, പേര് റാഫി ബർഗ്, BBC-യുടെ മിഡിൽ ഈസ്റ്റ് എഡിറ്റർ. Much of the blame is directed at Rafi Berg. റാഫി ബർഗിന് മൊസാദുമായും CIA-യുമായും ബന്ധമുണ്ട് എന്നാണ് വെളിപ്പെടുന്നത്. Critical stories about Israel and fostering what staff describe as a culture of systematic Israeli propaganda. Berg's critics point to his personal history to underline their concerns. While junior staff were reprimanded for social media posts supporting Palestine, Berg publicly celebrated the launch of his book on Israel's Mossad with an event attended by an Israeli embassy spokesperson. On more than one occasion, he posted on social media that he had seen his book on Israeli PM Benjamin Netanyahu's bookshelf, expressing delight at his prominence. ഫലസ്തീനുമായി ബന്ധപ്പെട്ട എല്ലാ BBC വാർത്തകളിലും അദ്ദേഹം ഇടപെടാറുണ്ടത്രേ. BBC News Middle East editor Rafi Berg is being accused of being a Mossad and CIA collaborator, with some media reports claiming he has links to high-ranking figures in these agencies. In 2024, Berg was exposed by BBC News staff of micromanaging the broadcaster's coverage of Israel's genocidal war in Palestine's Gaza, watering down stories critical of Tel Aviv and fostering what staff describe as a culture of systematic Israeli propaganda. ജനസൈഡിനെതിരെ പരസ്യം സ്വീകരിക്കാത്ത ന്യൂയോർക്ക് ടൈംസും ജനസൈഡ് നടത്തുന്ന അക്രമി രാഷ്ട്രത്തിനു വേണ്ടി വാർത്ത സെൻസർ ചെയ്യുന്ന BBC-യുമാണ് ലോകമാധ്യമങ്ങളിലെ നായകന്മാർ. അവർ തന്നെ സ്വന്തം വിശ്വാസ്യത നശിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ.